അല്ലെ മാർച്ച് അവസാനം നമ്മുടെ എക്സാം തുടങ്ങും. പഴയ പോലെ ഇനി ലേസി ആയിട്ടിരിക്കാനും ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാം എന്നൊക്കെ വിചാരിക്കാനും ഒന്നും ഇനി സമയമില്ല. നിങ്ങളുടെ ഫുൾ A+ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ടൈം ടേബിളും കൊണ്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മുടെ പകുതി ടെൻഷൻ കുറഞ്ഞു. നമുക്ക് എന്താണ് ഡേ ബൈ ഡേ നമ്മുടെ ടൈം ടേബിൾ വെച്ച് പോയാൽ മതി. ഇവൻച്വലി നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താണ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. മാത്സ് എടുക്കുകയാണെങ്കിൽ 11 ചാപ്റ്റേഴ്സ്, ഫിസിക്സിന് 7 ചാപ്റ്റർ ഉണ്ട്, കെമിസ്ട്രിക്കും 7 ചാപ്റ്റർ ആണ്, ബയോളജിക്ക് 8 എണ്ണം, സോഷ്യൽ സയൻസിന് 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ പൊതുവെ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇത്. പിന്നെ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഈസി ആണ്. നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജസ് പഠിക്കാൻ അധികം സമയം വേണ്ട. അപ്പം ഇത്രയും സബ്ജക്ട്സിനെയാണ് മിസ് ടൈം ടേബിൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം. ഇനിയും എന്താണ് കുറച്ച് കഴിയട്ടെ, നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ നീളെ ആവുള്ളൂ. നമുക്ക് എന്താണ് ഫുൾ A+ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിസ്സിന്റെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? നമ്മള് ആൻ ആപ്പിൾ എ ഡേ എന്നൊക്കെ പറയുന്നത് പോലെ 2 chapters a day. ഒരു ദിവസം നിങ്ങൾ 2 ചാപ്റ്റർ പഠിക്കണം. അതും സെയിം സബ്ജക്റ്റ് എന്നല്ല, ഡിഫറെന്റ് സബ്ജക്ട്സിൽ നിന്ന്. മസ്റ്റ് ആണ് 2 ചാപ്റ്റർ പഠിക്കണം. നിങ്ങൾ വിചാരിക്കുകയാണ് അയ്യോ ഒരു ചാപ്റ്റർ ഒക്കെ മതി മിസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഓൾറെഡി മിസ് നവംബർ ആയപ്പോൾ നിങ്ങൾക്ക് തന്നിരുന്ന ടൈം ടേബിളിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ മതി. അന്നത്തെ മിസ്സിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചവരാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയാം പലരും ഇപ്പോഴും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു വേക്കപ്പ് കോൾ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണ് 2 ചാപ്റ്റർ പഠിക്കുക. ഓൾറെഡി നിങ്ങൾ കുറെ തവണ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്, മോഡലിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് 2 ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു മാസം കൂടി പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം, ഫുൾ A+ ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ വെറും 4 വീക്ക് കൊണ്ടാണ് നമ്മൾ ഫുൾ പഠിച്ചു തീർക്കുന്നത്. സിമ്പിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് മൺഡേ നമ്മൾ എന്ത് ചെയ്തു? മാത്സിന്റെയും ഫിസിക്സിന്റെയും മിസ് ഈ C1 C2 C3 എന്ന് ഇട്ടേക്കുന്നത് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ചാപ്റ്റർ 3 അങ്ങനെയാണ്. അപ്പൊ മാത്സിന്റെ എന്താണ് ചാപ്റ്റർ 1 പഠിച്ചു, ഫിസിക്സിന്റെ ചാപ്റ്റർ 1 പഠിച്ചു. നെക്സ്റ്റ് ഡേ കെമിസ്ട്രി ആണ്, ബയോളജി. അപ്പൊ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻസ് മാറ്റണം എന്ന് തോന്നുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് വളരെ ടഫ് ആയിട്ടുള്ള മാത്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫിസിക്സ് പഠിക്കാനല്ല, നിങ്ങൾക്ക് എന്താണ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ബയോളജി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോമ്പിനേഷൻസ് മാറ്റാം. പക്ഷെ എന്താ നിങ്ങൾക്ക് ഏതാ വർക്ക് ആവുന്നത് നോക്കിയിട്ട് കോമ്പിനേഷൻസ് മാറ്റാം. പക്ഷെ മസ്റ്റ് ആയിട്ടും ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് പഠിക്കണം, 2 ഡിഫറെന്റ് സബ്ജക്ട്സിൽ നിന്ന്. ഓക്കെ, അപ്പൊ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും മാത്സ് കെമിസ്ട്രി വെച്ചിട്ട്. നമ്മൾ എന്നിട്ട് സോഷ്യൽ സയൻസ് പഠിക്കാൻ നമ്മൾ സാറ്റർഡേയ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, സാറ്റർഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ സയൻസിന്റെ 2 ചാപ്റ്റേഴ്സ് പഠിക്കും. അപ്പൊ മിസ് എന്താണ് എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് മാത്സിന്റെ കൂടെ എന്താണ് സോഷ്യൽ സയൻസിന് വെച്ചൂടെ? പക്ഷെ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഈ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്ട്സ് എന്താണ് കൂടുതൽ തിയറി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് നേരത്തെ പഠിച്ചു വെച്ചാൽ നമ്മളിത് വേഗം മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള സബ്ജക്ട്സ് മാത്സ് ഒന്നും നമ്മൾ അങ്ങനെ എത്ര നേരത്തെ പഠിക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ്. പുതിയ കൺസെപ്റ്റ്സ് ആണ്. സോഷ്യൽ സയൻസ് നമുക്ക് എന്താണ് കുറച്ച് ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറേ തിയറി ആണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ബ്രെയിൻ മറന്നു പോവാതിരിക്കാൻ എന്താണ് അവസാനത്തേക്കാണ് മിസ് സോഷ്യൽ സയൻസ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന പോലെ മാറ്റാം. പക്ഷെ മിസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. അപ്പൊ സാറ്റർഡേയ്സിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നു, സൺഡേയ്സിൽ നിങ്ങൾ ലാംഗ്വേജസ് പഠിക്കണം, പിന്നെ റിവിഷൻ. അപ്പൊ എല്ലാ ദിവസവും 2 ചാപ്റ്റർ പഠിക്കാനും റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തും. അത് കഴിഞ്ഞിട്ട് എന്താ ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. വീക്ക് 2ലും ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെ പോവാണ്. സാറ്റർഡേയ്സിൽ സോഷ്യൽ സയൻസ്, സൺഡേയ്സിൽ ലാംഗ്വേജസ്. ഇനി നമുക്ക് നോക്കാം വീക്ക് 3 ആകുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ തീർന്നു. ഫുൾ ചാപ്റ്റേഴ്സും വീക്ക് 3 ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു മാർച്ച് 4 ആകുമ്പോഴത്തേക്കും ഫുൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എന്താണ് കുറച്ച് സോഷ്യൽ സയൻസും മാത്സും കൂടി തീരാനുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാത്സും തീരും. നോക്ക് നമ്മുടെ ഒരു മാർച്ച് 9 ആകുമ്പോൾ മാത്സും തീർന്നു. പിന്നെ എന്താ ബാക്കിയുള്ള സോഷ്യൽ സയൻസ് മാത്രം നമുക്ക്. അപ്പൊ റിലാക്സ്ഡ് ആയി സോഷ്യൽ സയൻസ് പഠിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ എക്സാം തന്നെ 1 ഷോട്ട് വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. സോഷ്യൽ സയൻസ് ചുമ്മാ വായിച്ചു പഠിക്കാനേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതാ നമ്മൾ എന്താണ് 16th നമ്മുടെ മാർച്ച് 16 ആവുമ്പോൾ നമ്മുടെ ഫുൾ സിലബസ് കവർ ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മാർച്ച് അവസാനമാണ് എക്സാം വരിക, കുറച്ച് ഡേയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്
ഓ ഇനിയും കുറെ ദിവസം ഉണ്ടല്ലോ, എങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നെങ്കിൽ വേണ്ട. കാരണം മിസ് നേരത്തെ തീരുന്ന പോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്തതാണ്. നമുക്കറിയാം ഇപ്പൊ കൊറോണ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ള സമയമാണ്, വൈറൽ ഫീവർ അത് ഇതൊക്കെ. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നാലോ ഒക്കെ ആണെങ്കിലും നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്യാനിരിക്കുന്ന സമയമായിരിക്കണം. അപ്പൊ നമുക്ക് കുറെ റിവൈസ് ചെയ്യാം. നല്ല റിവിഷൻ എന്താണ്, മസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഓർമ്മയിലിരിക്കാൻ. അപ്പൊ ഇനി ലേസി ആയിട്ടിരിക്കാൻ സമയമില്ല. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക, എന്താണെങ്കിലും എഫക്റ്റീവ് ആയിരിക്കും. ഫുൾ A+ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ ഇനി എന്താണ്, ഇനിയും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മിസ് അടിയിൽ ഒരു സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ശക്തി സീരീസിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ എക്സാമിന് ഫാമിലി, നമ്മുടെ ശക്തി ഫാമിലി നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഒക്കെ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണത്. അപ്പൊ അതിനുള്ള ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള പെർഫെക്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾസിന്റെ വീഡിയോയും സ്റ്റഡി ടിപ്സും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് പേഴ്സണലൈസ്ഡിൽ നിന്ന് മാറ്റിയിട്ട് ഓൾ ആക്കി വെക്കുക. അപ്പോൾ എന്താണ്, ഈ ടൈം ടേബിൾ എഫക്റ്റീവ് ആണോ എഫിഷ്യന്റ് ആണോ എന്നൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഐഡിയ ഇല്ലാതിരിക്കുന്നവരൊക്കെ പഠിച്ച് എല്ലാവരും ഒന്നിച്ച് ഫുൾ മാർക്സ് മേടിക്കട്ടെ. Exam Winner. Crack your exams with Exam Winner and be a true winner.